അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയ വിദ്യാർത്ഥിനി അത് വ്യാജമാണെന്ന് 7 വർഷത്തിനു ശേഷം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. കോട്ടയം കുറുപ്പന്തറയിൽ പാലാ മെഡിക്കൽ സെന്റർ നടത്തിക്കൊണ്ടിരുന്ന ആയാങ്കുടി സ്വദേശിയായിട്ടുള്ള CD ജോമോനെയാണ് കോടതി വെറുതെ വിട്ടത്. പരാതിയാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് അനുഭവിച്ച യാതനകളൊക്കെ എന്തൊക്കെയായിരുന്നു? യാതനകൾ തീർച്ചയായിട്ടും ആ ഒരു കേസ് വന്നതോടുകൂടി ബന്ധുക്കള്, കൂട്ടുകാര്, സമൂഹത്തിൽ എല്ലാവരും തന്നെ നമ്മളെ വെറുത്തു. അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചു. കാരണം എനിക്ക് 2 കൊച്ചു കുട്ടികളായിരുന്നു. അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. ശരിക്കും നമ്മൾ അതിൽ നിരപരാധിയായിരുന്നു. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അതായത് ഒരു നിരപരാധിയായിട്ടുള്ള ഒരു അധ്യാപകനെ പീഡന കേസിൽപ്പെടുത്തി കഴിഞ്ഞ 7 വർഷമായി അദ്ദേഹം ഒരു നിയമ പോരാട്ടം നടത്തുന്നു. ഇതിന് 1 മാസത്തോളം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു. മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒറ്റപ്പെട്ടു. വളരെയധികം മാനഹാനി സംഭവിച്ചു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത ഒക്കെ നഷ്ടമായി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇല്ലാതായി. ഇതൊക്കെ ഒരു പീഡന കേസിൽ പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതായത് പോക്സോ കേസുകളും അതുപോലെ തന്നെ ഇത്തരം പീഡന കേസുകളൊക്കെ ഇന്ന് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പല സംഭവങ്ങളും ഇതിനു മുമ്പും നിരപരാധികളായ പേർ ഇത്തരം കള്ളക്കേസിൽ പെട്ടിട്ട് അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ള പല വാർത്തകളും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നമ്മുടെ നിയമം കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നില്ല എന്നതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു നിവിൻ പോളിനെതിരെ, അതായത് സിനിമാ നടൻ നിവിൻ പോളിനെതിരെ ഒരു യുവതി പരാതിയുമായി വന്നത്. ആ പരാതിയെ വളരെ നെഞ്ചുറപ്പോടുകൂടി, ചങ്കൂറ്റത്തോടു കൂടിയിട്ട് നിവിൻ പോളി അന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ അഭിസംബോധനം ചെയ്തപ്പോൾ പിന്നീട് ആ പരാതി കോടതിക്ക് പോലും വ്യാജമാണെന്ന് കണ്ടെത്തി. ആ വ്യാജ പരാതി കൊടുത്ത ആ യുവതിക്ക് എതിരെ പിന്നീട് ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാജ പരാതികളും അതുപോലെ തന്നെ വ്യാജ പീഡന പരാതികളൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ന് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള തേജാവധത്തിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കാനോ ഏറ്റവും വലിയൊരു ഉപാധിയായിട്ടാണ് പോക്സോ കേസുകളും അതുപോലെ തന്നെ ഇത്തരം വ്യാജ പരാതികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഒരു സ്ത്രീ ഒരു പുരുഷനെക്കെതിരെ എന്നെ ആ അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി കൊടുക്കുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ വാക്ക് കേട്ടാൽ തന്നെ, അതായത് ആ സ്ത്രീയുടെ വാക്കിൽ നിന്ന് തന്നെ ഒരു സാക്ഷിയുടെ ഒരു അടിസ്ഥാനത്തിലും അല്ലാതെ ആ പുരുഷനിക്കെതിരെ കേസെടുത്ത് ആ പുരുഷനെ തുറങ്കിലടക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ നിയമം. അത്രക്കും ഇതായിട്ടുള്ള രീതിയിലാണ് നിയമം സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ചില സ്ത്രീകൾ ഇത്തരം നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ഈ അധ്യാപകർക്ക് ഉണ്ടായ അനുഭവം, ആ വാർത്ത മുഴുവനും കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. ഇതേ അവസ്ഥ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഒരു അധ്യാപകർക്ക് ഉണ്ടായത്. അതായത് അദ്ദേഹത്തിനോട് ഒരു വ്യക്തിവൈരാഗ്യമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകളെ കൊണ്ട് ഇദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ഇതാക്കി 3 മാസത്തോളമാണ്, 90 ദിവസത്തോളമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. പിന്നീട് കോടതിക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും വെറുതെ വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ കർശനമായി നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു ഭവിഷ്യത്തിലേക്ക് മാറും. ഇത്തരം വ്യാജ പരാതി കൊടുക്കുന്നവരെ കർശനമായും നിലക്ക് നിർത്താൻ ഇവിടുത്തെ നിയമ സംവിധാനം ഉണരണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.